ഗൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇന്ത്യൻ ട്രാൻസ്ഫേഴ്സ് അത് ഇൻകമിങ് ആകട്ടെ ഔട്ട് ഗോയിങ് ആകട്ടെ അതൊക്കെ എങ്ങനെ വന്നു എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫോറിനേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് സാധാരണഗതിയിൽ എന്ന പോലെ വലിയൊരു തർക്ക വിഷയമുള്ള കാര്യമല്ല. പിന്നീട് 6 ഫോറിനേഴ്സിന് എന്താണെങ്കിലും സൈൻ ചെയ്യണമല്ലോ. അപ്പം 6 പേരെ നമ്മൾ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ചിലപ്പം വരാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പം ജീക്സൺ സിംഗ് ക്ലബ്ബ് വിട്ടുപോയി ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഏതാണ്ട് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ 3.3 കോടി എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. അതുപോലെ ഗോൾ കീപ്പേഴ്സായിട്ടുള്ള ലാറ ഷാമയും കരൺജിത്ത് സിംഗ് എന്നിവർ ക്ലബ്ബ് വിട്ടു. അതുപോലെ നിഹാൽ സുധീഷ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് വിങ്ങറായിട്ടുള്ള താരം ലോൺ മൂവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത്. ഇനി നമുക്ക് ഇൻകമിങ്സിലേക്ക് വരാം. ഗോൾ കീപ്പേഴ്സിന് പകരക്കാരെത്തിയിട്ടുണ്ട്. ഇപ്പം സോംകുമാർ എത്തി, അതുപോലെ നോറ ഫെർണാണ്ടസ് എന്നിവരെത്തിയിട്ടുണ്ട്. അതുപോലെ റൈറ്റ് വിങ്ങിൽ നിഹാൽ സുധീഷാണ് പോയത് എന്ന് നമ്മൾ പറഞ്ഞു. നിഹാൽ സുധീഷിന് റൈറ്റ് വിങ്ങിൽ പകരം അവിടെ ഒന്നും എത്തിയിട്ടുള്ളത് ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള അമ്മാവിയാണ്. ലെഫ്റ്റ് വിങ്ങിൽ നമുക്കറിയാം ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉള്ളത് 6-7 പ്ലേയേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം നോ എന്ന് പറഞ്ഞിട്ടുള്ള വിദേശ താരത്തെ സൈൻ ചെയ്തിട്ടുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതാണ്. അതുപോലെ റൈറ്റ് ബാക്കിൽ ഒരു പ്ലെയർ അത്യാവശ്യമായിരുന്നു, പക്ഷേ സൈൻ ചെയ്യുന്നത് ലെഫ്റ്റ് ബാക്കിലാണ്. രാകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറെയാണ്. എന്താണെങ്കിലും ആ പ്ലെയറേയും ലോണിൽ വിടുന്നു പഞ്ചാബ് എഫ്സിയിലേക്ക് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. എന്നാൽ എല്ലാവരും കാത്തിരുന്ന ജീക്സൺ സിംഗ് എന്ന് പറയുന്ന താരത്തിൻ്റെ പകരക്കാരൻ, കാരണം നമ്മുടെ ഫസ്റ്റ് ചോയ്സിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. അപ്പോൾ ആ താരം പോകുമ്പോൾ പകരം ഒരു പ്ലെയറെ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അത് ഇത്രയും വലിയൊരു ട്രാൻസ്ഫർ ഫീ ഒക്കെ കിട്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ നിഖിൽ പ്രഭുവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഹെവി ആയിട്ട് ലിങ്ക് ചെയ്തിരുന്നു. സോ KBFC ഈ ഒരു താരത്തെ ഒരു 80 ലക്ഷം വരെയൊക്കെ ട്രാൻസ്ഫർ ഫീ കൊടുക്കാൻ റെഡിയായിരുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നു. അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. ആ ഒരു DM റോളിൽ നമ്മുടെ രാജ്യത്ത് കളിക്കുന്ന വളരെ ചുരുക്കം പ്ലേയേഴ്സ് ഒരാളാണ്. ലാസ്റ്റ് സീസൺ നല്ലതായിരുന്നു. ഇത്തവണ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡുറോൺ കപ്പിലൊക്കെ KBFCക്കെതിരെ ഉള്ള മത്സരങ്ങളിൽ ഉൾപ്പെടെയൊക്കെ നന്നായിട്ട് ആസ് എ DM എന്ന നിലയിൽ കളിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തെ ആ ഒരു ഫീ ഒക്കെ തന്നെയാണ് ഒരു പ്രശ്നമായിട്ട് വന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു അവസാന നിമിഷമാണ്. അപ്പം ഈ പഞ്ചാബ് എന്ന് പറയുന്നൊരു ക്ലബിന് അവരുടെ ഏറ്റവും സ്റ്റാർട്ടിംഗ് 11 കളിക്കുന്ന ഒരു പ്ലെയറെ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അല്ലെങ്കിൽ അത്രയും വലിയൊരു ബെനിഫിറ്റ് വേണം. പക്ഷേ അതൊന്നും ചെയ്യാണ്ട് ഇച്ചിരി പിശുക്കി വെച്ചുകൊണ്ടൊന്നും ഇരുന്നാൽ കാര്യം നടക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, 3.3 കോടി കിട്ടിയെടുത്ത് ഇപ്പം 1.6 കോടി കൊടുക്കാൻ തയ്യാറാണെന്ന് ആ ഒരു സാഹചര്യം വന്നാൽ പോലും, അങ്ങനെയൊക്കെ ചില വാർത്തകളുണ്ടായിരുന്നു, അങ്ങനെ വന്നാൽ പോലും അത് ജീക്സന്റെ കാര്യത്തിൽ കിട്ടിയതിൻ്റെ ഒരു പകുതി തുക പോലും ആകുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ അത് നമ്മളുടെ ആവശ്യമാണ്. എന്താണെങ്കിലും അത് നടന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് പറയേണ്ടത്. അതുപോലെ തന്നെ നമ്യാൽ ബൂട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റ് ബാക്ക് പ്ലെയർ, ഇദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞൊരു ദിവസം സംസാരിച്ചതാണ്. നമ്മൾ ഒരു ടോക്സ് എന്ന നിലയിലേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ്. ഫീ തന്നെയാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷില്ലോങ്ങിൻ്റെ 2 പ്ലേയേഴ്സ്, ഇപ്പം ഹാദിൻ നോങ്കുറി എന്ന് പറഞ്ഞിട്ടുള്ള മിഡ്ഫീൽഡറായിട്ടുള്ള പ്ലെയറും അതുപോലെ റൈറ്റ് വിങ്ങറായിട്ടുള്ള ഫ്രാങ്കി ബുവാം എന്ന് പറയുന്ന പ്ലെയറും, ഇത് രണ്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും നടന്നിട്ടില്ല. നമുക്ക് പോയ പൊസിഷനിൽ പോലും എത്തിക്കാൻ സാധിച്ചിട്ടില്ല. വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഒരു വിൻഡോ തന്നെയായിരുന്നു KBFC സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ എന്നുള്ളതാണ് പറയേണ്ടത്. ഇനിയിപ്പോൾ ഒരു സാധ്യത എന്ന നിലയിൽ പറയുന്നത് ലെന്നി റോഡ്രിഗസ് എന്ന് പറയുന്ന താരമാണ്. അദ്ദേഹം നമുക്കറിയാം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, ഒഡീഷയുടെ പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോൺട്രാക്ട് അവസാനിച്ച് കഴിഞ്ഞു. 1 വർഷം കൂടി ട്രിഗർ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു, പക്ഷേ അത് ഒഡീഷ ട്രിഗർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, ഓപ്ഷൻ ടു എക്സ്റ്റെൻഡ് എന്ന നിലയിൽ. സോ അപ്പോൾ ഫ്രീ ഏജൻ്റാണ്. അപ്പം നിലവിലും അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ പറ്റി പറയുമ്പം ഏജ്ഡ് ആയി കഴിയും, ഇപ്പോൾ 37 വയസ്സായി കഴിഞ്ഞു അദ്ദേഹം. സോ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ പ്രായത്തിൻ്റെ ഒരു ഡിമ്മായിട്ടൊക്കെ നിൽക്കുകയാണ്. ഫസ്റ്റ് ചോയ്സ് ആയിട്ടൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട്ഫുള്ളാണ്. അപ്പം അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളാണുള്ളത്. സ്റ്റിൽ കൺസേൺ ആണ് ഉള്ളത്. ബാലൻസിൻ്റെ ഒരു ടീമിൻ്റെ ബാലൻസിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റൊന്നും കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, അത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടത്. എന്താ പറയുക, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പ്രാർത്ഥിക്കാനല്ലാണ്ട് വേറൊരു തരത്തിലും ഇല്ല. ഇനിയിപ്പം ഏതെങ്കിലും ഫ്രീ ഏജൻസ് പ്ലേയേഴ്സോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് വരുന്ന പ്ലേയേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ? കളിക്കാൻ സനിയ.